ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമ ലോകത്തിപ്പം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അമ്മ സംഘടനയിലെ ഇഷ്യൂവിനെ പറ്റിയിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ പല വാർത്തകളും വരുന്നുണ്ട്, പല രീതിയിലുള്ള അഭിപ്രായങ്ങളും പലരും പറയുന്നുണ്ട്. സാധാരണ ആളുകൾക്ക് ചിലപ്പം എന്താണ് അവിടെ നടക്കുന്ന ഇഷ്യൂ എന്നൊന്നും അറിയത്തുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ആദ്യം നമ്മൾ ഈ സംഘടന എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അമ്മ സംഘടന കൊണ്ട് അവർ ഉദ്ദേശിച്ചത് വെൽഫെയർ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പഴയ നടന്മാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ പ്രായമായവർ, അല്ലെങ്കിൽ പാവങ്ങളായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള നടന്മാർ ഒരുപാടുണ്ട്. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുക, അവർക്കൊരു കൈത്താങ്ങ്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു എന്താണ് പറയേണ്ടത്, കൈനീട്ടം പോലെ മാസാമാസം കിട്ടുന്ന ഒരു തുക, അങ്ങനെയുള്ള നടന്മാർക്കൊക്കെ ഭയങ്കര ആശ്വാസമായിരുന്നെന്ന് അവർ പറയുന്നത് ഞാൻ അവരുടെയൊക്കെ ഇൻ്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മ സംഘടന കൊണ്ട് അവർക്ക് ഭയങ്കര ആശ്വാസമാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന തുക അവർക്ക് വലിയൊരു ആശ്വാസമാണെന്നൊക്കെ അവർ പറയുന്നതൊക്കെ ഞാൻ ചില ഇൻ്റർവ്യൂവിലൊക്കെ ചില ആക്ടർമാരൊക്കെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പ്രയോജനമൊക്കെ ഉണ്ടാകുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ ഈ അമ്മ വർഷങ്ങളായിട്ട് സിനിമ മേഖലയിലെ കലാകാരന്മാർക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു. പക്ഷേ ഈ കുറച്ച് കാലമായിട്ടാണ് നമ്മൾ ഈ സംഘടനയെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളും അതേപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങിയത്. കുറേ നാൾ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നത് ഇന്നോസെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മോഹൻലാലൊക്കെ ആയി. നല്ല രീതിയിലൊക്കെയാണ് ഇന്നോസെൻ്റൊക്കെ ഇരുന്നപ്പം നല്ലതായിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയതെന്നാണ്. അന്നൊന്നും നമ്മൾ അത്രയ്ക്കും വിവാദങ്ങളൊന്നും കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തോന്നുന്നത്. പക്ഷേ ഇപ്പം അവിടെ ഒരു സംഘടനയെ നയിക്കുന്ന ആൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്ന ഒരു മഹിള, അല്ലെങ്കിൽ ഒരു വനിതയാണ്. അത് ശ്വേതാ മേനോനാണ്. അപ്പോൾ ശ്വേതാ മേനോൻ ആയ സമയത്ത് ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ പ്രസിഡൻ്റ് ആകുന്നത് അമ്മ സംഘടനയുടെ. അപ്പം കുറേ പേർക്കൊക്കെ അത് നല്ല സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഒരു ലേഡിക്ക് നല്ല രീതിയിൽ ഇത്രയും വലിയൊരു സംഘടനയെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നത്. ഇപ്പം നടക്കുന്ന പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചിലരുടെയൊക്കെ ആരോപണങ്ങളാണ്, ചിലരുടെ രാജി, ചിലരുടെ പ്രതികരണങ്ങൾ, ഇതെല്ലാം ചേർന്നപ്പം സംഘടനയുടെ ഒരു ഇമേജ് തന്നെ മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇതിനകത്ത് ട്രാൻസ്പെറൻസി ഇല്ല, മറ്റൊരു വിഭാഗം പറയുന്നത് അൺനെസസറി, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കി സംഘടനയെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്നൊക്കെയാണ്. ഇപ്പം നമ്മുടെ ഹൻസിബ ഹസൻ എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസ്സാണ് പുറത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാരത്തിയും അവിടുത്തെ ഒരു അംഗമാണല്ലോ. അപ്പോൾ അവിടെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരത്തിക്ക് ഒരു പ്രയാസം ഉണ്ടായ സമയത്ത് അത് കേൾക്കാനൊന്നും ആളില്ലായിരുന്നു, ഇല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലാണ് അൻസിബ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ അവിടെ ഒരു കോൺസ്പിറസി ഈ അൻസിബയ്ക്കെതിരെ നടന്നു, അല്ലെങ്കിൽ തനിക്കെതിരെ ഫാൾസ് അലിഗേഷൻസ്, അല്ലെങ്കിൽ ഒരുപാട് അവിഹിത കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ടിനി ടോം പോലെയുള്ള നടന്മാർ ശ്രമിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അവിടെ എന്താണ് പറയേണ്ടത്, ഒരു ഹറാസ്മെൻറ്റ്, ഒരു മെൻ്റൽ പ്രഷർ നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണെന്നും, അവിടെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആണെന്നും, അപ്പോൾ ഇൻ്റർണൽ ഫൈറ്റ്സ് ഒക്കെ അവിടെ വളരെയധികം നടക്കുന്നുണ്ടെന്നും, അങ്ങനെയൊക്കെയുള്ള നിരവധി ആരോപണങ്ങളാണ് ഇപ്പോൾ ഹൻസിബ പുറത്ത് വന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു സംഘടനയാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും, എല്ലാ സംഘടനയിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇവർ എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിടുന്നതെന്നോ, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ഇനിയും കാര്യങ്ങൾ നടക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ അൻസിബ ഹസൻ ഇപ്പം രാജിയൊക്കെ നൽകിയിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ അവരെന്താണ് ഇനി തീരുമാനിക്കുന്നതെന്നൊക്കെ നമ്മളിനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന എല്ലാ വാർത്തകളും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, അതൊന്നും മുഴുവൻ സത്യമാകണമെന്നൊന്നും ഇല്ല. ഇനിയിപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഇമോഷൻസിനേക്കാളും ഫാക്ട്സൊക്കെയാണ് നമ്മൾ കൂടുതൽ നോക്കി കാണേണ്ടത്. എല്ലാവർക്കും ഒരു കാര്യത്തിൽ പക്ഷെ ഭയങ്കര നല്ലൊരു അഭിപ്രായമാണ്, ഒരേ അഭിപ്രായമാണ്. മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വളരെ വേദന ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെയാണ് നമ്മൾ ഈ ന്യൂസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ബഹുമാനിച്ചിരുന്ന നിരവധി കലാകാരന്മാരുടെ പേരുകളൊക്കെ ഇതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നുണ്ട്. ഇനി മുന്നോട്ട് എന്താകും, അല്ലെങ്കിൽ അമ്മ സംഘടന കൂടുതൽ തുറന്ന ഒരു സമീപനം സ്വീകരിക്കുമോ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും പഴയ ഐക്യം തിരികെ കൊണ്ടുവരാനാകുമോ എന്നൊക്കെ നമ്മളിനി നോക്കിക്കാണേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹൻസിബ ഹസന് നീതി കിട്ടുമോ എന്നൊക്കെ ഉള്ളത് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ടിനി ടോമിൻ്റെ പേരും ഇതിലേക്ക് വന്നു. അതായത് ടിനി ടോം ഹൻസിബ ഹസനെതിരെ ഫാൾസ് അലിഗേഷൻസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും, അങ്ങനെയൊക്കെയുള്ളൊരു കുറേ കാര്യങ്ങൾ, കുറേ അടിയും ഫൈറ്റ്സും ഒക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. കുറേ വാഗ്വാദങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻസും ഒക്കെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നത്.
അപ്പം അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു സംഘടനയെ തന്നെ മോശമാക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഇപ്പോൾ അൻസിബ വന്ന് പറഞ്ഞതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. കുറേ ആക്ട്രസ് അല്ലെങ്കിൽ കുറേ നടീനടന്മാർ അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു എഗൻസ്റ്റായിട്ട് നിൽക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തിരുന്നാലും ഈ ഒരു സംഘടന കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിച്ചത്? നല്ല നല്ല കാര്യങ്ങളല്ലേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയണമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐക്യമില്ലാതെ യൂണിറ്റി ഇല്ലാതെ ഇങ്ങനെ തമ്മിലടി നടന്നു കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടമാകും. ഇല്ലെങ്കിൽ കുറേ അധികം നടന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഹെൽപ്പ് ഇല്ലാതാകാനും ഈ സംഘടന നശിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം നല്ല സംഘടനയാണെങ്കിൽ അതിങ്ങനെ തന്നെ തുടരട്ടെ, അവിടെ നല്ല നല്ല ആൾക്കാർ വരട്ടെ, അതിനെ നല്ല രീതിയിൽ നയിക്കാൻ പറ്റട്ടെ എന്നൊക്കെ തന്നെയാണ് നമുക്കെല്ലാവർക്കും പറയാനായിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് സിനിമ ഇൻഡസ്ട്രി. ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പല കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ സിനിമ ഇൻഡസ്ട്രിയിലാണ് കൂടുതലും ഒരുപാട് വൃത്തികേടുകൾ നടക്കുന്നതെന്നാണ് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. എന്നിരുന്നാലും കുറേ ആളുകൾക്ക് സഹായമാകുന്ന ഈ സംഘടന നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ, അതിന് പറ്റിയ നേതൃത്വം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ അവർക്ക് കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതാണ് എനിക്കറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.